വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? മാർച്ച് 1962 എന്ന ധ്യാനത്തിൽ അക്സെപ്റ്റൻസ്, സ്വീകരിക്കൽ എന്ന ആശയം ജീവിതത്തിലെ ഭയത്തോടും പ്രതിരോധത്തോടും റെസിസ്റ്റൻസ് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ് പ്രധാനമായി പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന ആശയം ചുരുക്കത്തിൽ എങ്ങനെയാണ്? അക്സെപ്റ്റൻസ് എന്നത് വെറും ഇത് സഹിക്കുകയാണ് എന്നതല്ല, മറിച്ച് ഇപ്പോൾ മാറ്റാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തെ എതിർപ്പില്ലാതെ അംഗീകരിക്കുക എന്നതാണ്. അനുഭവത്തിൽ നാം പലപ്പോഴും വേദനയും അസന്തോഷവും വർദ്ധിപ്പിക്കുന്നത് അനുഭവത്തിൽ നാം പലപ്പോഴും വേദനയും അസന്തോഷവും വർദ്ധിപ്പിക്കുന്നത് സംഭവത്തെക്കാൾ ഇതിനെ നാം എതിർക്കുന്നത് കൊണ്ടാണ്. ധ്യാനം സൂചിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ ആവരുതായിരുന്നു, അല്ലെങ്കിൽ ഇത് സംഭവിക്കരുതായിരുന്നു എന്ന മനോഭാവം നമ്മെ അകത്തായി തടവിലാക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി മനസ്സിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. അതിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. പറയുന്നു സെറനിറ്റി പ്രയർ ഇതിന്റെ ഹൃദയഭാഗത്ത്. നമുക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ശാന്തത, മാറ്റാൻ കഴിയുന്നതിനേക്കാൾ മാറ്റാനുള്ള ധൈര്യം, രണ്ടിനെയും തിരിച്ചറിയാനുള്ള ജ്ഞാനം. ഇതാണ് പ്രശാന്തയുടെ പ്രാർത്ഥന. അതായത് അക്സെപ്റ്റൻസ് എന്നത് പരാജയ സമ്മതമല്ല, അത് വ്യക്തതയിലേക്കുള്ള പ്രവേശനമാണ്. യാഥാർത്ഥ്യത്തെ എതിർക്കുന്നത് നിർത്തുമ്പോൾ നമുക്ക് ഭയം കുറയുകയും വ്യക്തമായ പ്രവർത്തനത്തിനും ആത്മീയ വളർച്ചയ്ക്കും സ്ഥലം ലഭിക്കുകയും ചെയ്യുന്നു. One way to get at the meaning of the principle of acceptance is to meditate upon in the context of AS much used prayer. God grant me the serenity to accept the things I cannot change, courage to change the things I can, and the wisdom to know the difference. സ്വീകരണമെന്ന സിദ്ധാന്തത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ വളരെ പ്രായോഗികമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ അതിനെ ധ്യാനിക്കുകയാണ്. ദൈവമേ, ഞാൻ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനുള്ള ശാന്തത തരണമേ, മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാനുള്ള ധൈര്യം തരണമേ, രണ്ടിനെയും തിരിച്ചറിയാനുള്ള ജ്ഞാനവും എനിക്ക് നൽകണമേ. Essential this is to ask for the resources of grace by which we may make spiritual progress under all conditions. Greatly emphasized in this wonderful prayer is a need for the kind of wisdom that discriminate between the possible and the impossible. We shall also see the life's formidable array of pains and problems will require many different degree of acceptance as we try to apply these valued principles. അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യത്തെയും ആത്മീയ പുരോഗതിയെയും ഏത് സാഹചര്യത്തിലും ആത്മീയ പുരോഗതി നേടാൻ നമ്മെ സഹായിക്കുന്ന കൃപയുടെ വിഭവങ്ങൾക്കായുള്ള അപേക്ഷിക്കുന്നതാണിത്. ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ അതീവ പ്രാധാന്യം നൽകുന്നത് സാധ്യമായതും അസാധ്യമായതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്ന ജ്ഞാനത്തിന്റെ ആവശ്യകതയ്ക്കാണ്. ജീവിതത്തിലെ കടുത്ത വേദനകളും പ്രശ്നങ്ങളും വിലപ്പെട്ട സിദ്ധാന്തം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പലതരം അംഗീകരണ നിലകൾ ആവശ്യപ്പെടുമെന്ന് നാം പിന്നീട് കാണും. Sometimes we have to find the right kind of acceptance for each day. Sometimes we need to develop acceptance for what may come to pass tomorrow, and yet again we shall have to accept a condition that may never change. Then too there frequently has to be right and realistic acceptance of grievous flaws within ourselves and serious faults within those about us, defects that may not be fully remedied for years if ever. ചിലപ്പോൾ ഓരോ ദിവസവും അനുയോജ്യമായ അംഗീകരണം അക്സെപ്റ്റൻസ് കണ്ടെത്തേണ്ടി വരും. ചിലപ്പോൾ നാളെ എന്ത് സംഭവിക്കാമെന്നതിനോട് ഒരു സ്വീകരണ ബോധം വളർത്തേണ്ടി വന്നുണ്ടാകും. മറ്റു ചില സാഹചര്യങ്ങളിൽ ഒരിക്കലും മാറാത്ത ഒരവസ്ഥയെയും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതുപോലെ നമ്മിൽ തന്നെയുള്ള ഗുരുതരമായ പിഴവുകളെയും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളിൽ ഉള്ള വലിയ കുറവുകളെയും യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കേണ്ട സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടാകും. ഈ ദോഷങ്ങൾ വർഷങ്ങളോളം, ചിലപ്പോൾ ഒരിക്കലും പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്തവയായിരിക്കാം. All of us will encounter failures, some retrievable and some not. We shall often meet with a defeat, sometimes by accident, sometimes self-inflicted, and at still other times defeat dealt to us by the injustice and violence of other people. Most of us will meet up with some degree of worldly success, and here the problem of the right kind of acceptance will be really difficult. Then there will be illness and death. How indeed shall we be able to accept all this? നാം എല്ലാവരും
പരാജയങ്ങൾ നേരിടേണ്ടി വരും. ചിലത് തിരുത്താനാവാവുന്നതും ചിലത് തിരുത്താനാവാത്തതുമാണ്. പലപ്പോഴും നാം തോൽവികളെ അഭിമുഖീകരിക്കും. ചിലപ്പോൾ അപകടം മൂലം, ചിലപ്പോൾ നമ്മുടെ സ്വന്തം തെറ്റുകൾ മൂലം, മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുടെ അനീതിയും ഹിംസയും മൂലമായതും. നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്ക് ഒരു പരിധിവരെ ലൗകിക വിജയവും ലഭിക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള അംഗീകരണം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു പ്രശ്നമാകും. പിന്നീട് രോഗവും മരണവും ഉണ്ടാകും. ഇവയെല്ലാം നാം എങ്ങനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാനാകും? It is always worthwhile to consider how grossly that good word acceptance can be misused. It can be warped to justify nearly every brand of weakness, nonsense, and folly. For instance, we can accept failure as a chronic condition forever without profit or remedy. We can accept worldly success pridefully as sometimes something wholly of our own making. We can also accept illness and death as certain evidence of a hostile and a godless universe. With this twisting of acceptance, we as have had vast experience. Hence, we constantly try to remind ourselves that the perverseness of acceptance are just gimmicks for excuse making, a losing game at which we are, or at least have been, the world's champions. അംഗീകരണം എന്ന നല്ല വാക്ക് അത്ര എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന് പരിഗണിക്കുന്നത് എല്ലായ്പ്പോഴും വിലപ്പെട്ടതാണ്. അത് ദൗർബല്യം, അർത്ഥശൂന്യത, മൂഢത്വം എന്നിവയെ ന്യായീകരിക്കാൻ പോലും വളച്ചൊടിക്കപ്പെടാം. ഉദാഹരണത്തിന്, നാം പരാജയത്തെ ഒരിക്കലും മാറ്റാനോ പ്രയോജനപ്പെടുത്താനോ കഴിയാത്ത ഒരു ദീർഘകാല അവസ്ഥയെ അംഗീകരിക്കാം. ലൗകിക വിജയത്തെ നാം നമ്മുടെ സ്വന്തം കഴിവിന്റെ മാത്രം ഫലമായി അഹങ്കാരത്തോടെ അംഗീകരിക്കാം. രോഗത്തെയും മരണത്തെയും ഒരു വൈരാഗ്യമുള്ള ദൈവരഹിതമായ ലോകത്തിന്റെ നിർഭാഗ്യകരമായ തെളിവായി അംഗീകരിക്കാനും കഴിയും. ഇത്തരം വളച്ചൊടിച്ച അംഗീകരണം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആൽക്കോൾസ് അനോണിമസിൽ വലിയ അനുഭവമുണ്ട്. അതിനാൽ ഈ തെറ്റായ അംഗീകരണങ്ങൾ വെറും ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്ന് നാം നിരന്തരം സ്വയം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. തോൽവിയിലേക്ക് നയിക്കുന്ന ഒരു കളിയാണത്. അതിൽ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരായിരുന്നുവോ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ദിസ് ഇസ് വൈ വി ട്രഷർ അവർ സെറനിറ്റി പ്രയർ so much. It brings a new light to us that can dissipate our old time and nearly fatal habit of fooling ourselves. In the readiness of despair, we see that defeat, rightly accepted, and need to be no disaster. We now know that we do not have to run away, nor ought to be again try to overcome adversity, but still another bulldozing power drive that can only push up an obstacle before us faster than they can be taken down. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സെറനിറ്റി പ്രാർത്ഥനയെ ഇത്രയും വിലമതിക്കുന്നത് നമ്മിൽ ഒരു പുതിയ പ്രകാശം കൊണ്ടുവരുന്നു. അതിലൂടെ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന പഴയതും അപകടകരമായ ശീലത്തെ അകറ്റാൻ നമുക്ക് സാധിക്കും. ഈ പ്രാർത്ഥനയുടെ പ്രകാശത്തിൽ ശരിയായി അംഗീകരിച്ചാൽ തോൽവി ഒരു ദുരന്തമാകേണ്ടതില്ലെന്ന് നാം കാണുന്നു. ഇനി നമുക്ക് അറിയാം, നാം ഓടി രക്ഷപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളെ കീഴടക്കാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ആ അതിക്രമ ശക്തിയുള്ള തള്ളിച്ചെല്ലൽ രീതിയിലേക്കും നാം മടങ്ങേണ്ടതില്ല. അത് തടസ്സങ്ങളെ നീക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവയെ കൂട്ടിച്ചേർക്കുന്ന ഒരു രീതിയാണ്. On entering AA, we become the beneficiaries of a very different experience. Our new way of staying sober is literally founded upon the proposition that of ourselves we are nothing. The Father doth the works. In steps 1 and 2 of our recovery program, these ideas are specifically spelled out. We admitted we were powerless over alcohol, that our lives had become unmanageable, came to believe that a power greater than ourselves could restore us to sanity. We couldn't lick alcohol with our own remaining resources, and so we accepted the further fact that dependence upon a higher power, if only our AA program, could do this fit-cut impossible job. The moment we were able to fully accept these facts, our release from the alcohol compulsion had begun. For most of us, this pair of acceptance had required a lot of assertions to achieve. Our whole treasured philosophy of self-sufficiency had to be cast aside. This had not been done with old-fashioned willpower. It was instead a matter of developing the willingness to accept these new facts of living. We neither ran nor fought, but accept we did, and then we were free. There had been no irretrievable disaster. ആൽക്കഹോൾസ് അനോണിമസിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു അനുഭവത്തിന്റെ
പ്രയോജനക്കാരാകുന്നു. നമ്മുടെ മധ്യവിരാമത്തിന്റെ പുതിയ മാർഗം അടിസ്ഥാനപരമായി ഈ ആശയത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒന്നും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രവർത്തനം ചെയ്യുന്നത് പിതാവാണ്. ഞങ്ങളുടെ പുനരധിവാസ പരിപാടിയിലെ 1ഉം 2ഉം പടികൾ ഈ ആശയങ്ങൾ വ്യക്തമാക്കുന്നു. മദ്യത്തിന് മേൽ ഞങ്ങൾ ശക്തിയില്ലെന്ന്, ഞങ്ങളുടെ ജീവിത നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ 2ആം പടിയിൽ നമ്മളെക്കാൾ വലിയൊരു ശക്തി ഞങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളത്. സ്വന്തമായ ശേഷികൾ കൊണ്ട് മദ്യത്തെ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനാൽ ഇതുവരെ അസാധ്യമായിരുന്ന ഈ ജോലി ചെയ്യാൻ ഒരു ഉയർന്ന ശക്തിയിലേക്കുള്ള ആശ്രയം, അത് കുറഞ്ഞ പക്ഷം നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസ് കൂട്ടായ്മയാണെങ്കിൽ പോലും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിച്ചു. ഈ സത്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിഞ്ഞ നിമിഷം മുതൽ തന്നെ മദ്യത്തിനുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മിൽ ഭൂരിഭാഗത്തിനും ഈ ഇരട്ട അംഗീകരണം നേടാൻ വലിയ ശ്രമങ്ങൾ ആവശ്യമായിരുന്നു. സ്വയം പര്യാപ്തത എന്ന ഞങ്ങളുടെ വിലമതിച്ചിരുന്ന മുഴുവൻ തത്വചിന്തയും ഉപേക്ഷിക്കേണ്ടി വന്നു. അത് പഴയ രീതിയിലുള്ള ഇച്ഛാശക്തിയിൽ സാധിച്ചതല്ല, മറിച്ച് ജീവിതത്തിലെ ഈ പുതിയ സത്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം ഞങ്ങളിൽ വികസിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഞങ്ങൾ ഓടിയില്ല, പോരാടിയില്ല, പക്ഷെ ഞങ്ങൾ അംഗീകരിച്ചു. പിന്നെ ഞങ്ങൾ സ്വതന്ത്രരായി ജീവിച്ചു. തിരിച്ചു പിടിക്കാനാവാത്ത ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല. This kind of acceptance and faith is capable of producing 100% sobriety. In fact, it usually does. And it must, else we could have no life at all. But at the moment we carry these attitudes into our emotional problems, we find that only relative results are possible. Nobody can, for example, become completely free from fear, anger, and pride. Hence, in this life, we shall attain nothing like perfect humility and love. So we shall have to settle respecting most of our problems for a very gradual progress, punctured sometimes by heavy setbacks. Our old time attitudes of all or nothing will have to be abandoned. ഇത്തരം അംഗീകരണവും വിശ്വാസവും 100% മധ്യവിരാമം അല്ലെങ്കിൽ സുബോധാവസ്ഥ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ്. വാസ്തവത്തിൽ അത് സാധാരണയായി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് യാതൊരു ജീവിതവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ മനോഭാവങ്ങൾ നമ്മുടെ മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആപേക്ഷികമായ ഫലങ്ങൾ മാത്രമാണെന്ന് നാം തിരിച്ചറിയുന്നു. ഉദാഹരണത്തിന്, ആരും പൂർണ്ണമായി ഭയം, കോപം, അഹങ്കാരം എന്നിവയിൽ നിന്ന് മോചിതരാകാൻ കഴിയില്ല. അതിനാൽ ഈ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ വിനയമോ പൂർണ്ണ സ്നേഹമോ നേടാൻ സാധിക്കില്ല. അതിനാൽ നമ്മുടെ ഭൂരിഭാഗം പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ക്രമേണയുള്ള പുരോഗതിയുടെ മാത്രം നാം മുന്നേറേണ്ടി വരും. ഇടയ്ക്ക് ശക്തമായ തിരിച്ചടികൾ നമുക്കുണ്ടാകും. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന പഴയ മനോഭാവം നാം ഉപേക്ഷിക്കേണ്ടതായി വരും. Therefore, our very first problem is to accept our present circumstances as they are, ourselves as we were, and the people about us as they are. This is to adopt a realistic humility without which no genuine advance can ever begin. Again and again, we shall need to return to that unflattering point of departure. This is an exercise in acceptance that we can profitably practice every day of our lives, provided we strenuously about turning this realistic surveys of the facts of life into unrealistic alibis for empathy or defensivism. They can be the sure foundation upon which increased emotional health and therefore spiritual progress can be built. At least this seems to be my own experience. അതിനാൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ അവ അംഗീകരിക്കുകയാണ്. നാം തന്നെയായി നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾ അവർ ആയിരിക്കുന്ന നിലയിൽ തന്നെ നാം സ്വീകരിക്കുക. യഥാർത്ഥ പുരോഗതി തുടങ്ങാൻ പോലും കഴിയാത്ത ഒരു യഥാർത്ഥ ബോധമുള്ള വിനയമാണിത്. വീണ്ടും വീണ്ടും നമുക്ക് മനോഹരമായ തുടക്ക സ്ഥാനത്തേക്ക് മടങ്ങേണ്ടി വരും. ഇത് അംഗീകരണത്തിന്റെ ഒരു അഭ്യാസമാണ്. അത് നാം ജീവിതത്തിന്റെ ഓരോ ദിവസവും പ്രയോജനകരമായി പരിശീലിക്കാവുന്നതാണ്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ഈ സത്യപരിശോധനയെ അലംഭാവത്തിനോ തോൽവിവാദത്തിനോ ഉള്ള വ്യാജ കാരണമാക്കാതിരിക്കുവാൻ അവ നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ ഉറച്ച അടിത്തറയെ മാറും. അതിന്റെ മുകളിലാണ് ആത്മീയ പുരോഗതിയും വളരുന്നത്. കുറഞ്ഞ പക്ഷം ഇത് തന്നെയാണ് എന്റെ സ്വന്തം അനുഭവം. Another exercise that I practice is to try to a full inventory of my blessings and then for a right acceptance of the many gifts that are mine, both temporal and spiritual. Here I try to achieve a state of joyful gratitude. When such a brand of gratitude is repeatedly affirmed and pounded, it can finally displace the natural tendency to congratulate myself on whatever progress I may have been enabled to make in some areas of living. I try hard to hold fast to the truth that the full and thankful heart
cannot sustain great quantities when brimming with gratitude. One's heartbeat with must surely result in outgoing love, the finest emotion that we can ever know. In in times of very rough going, the grateful acceptance of my blessings, often repeated, can also bring me some of the serenity of which our prayer speaks. Whenever I fall under acute pressures, I lengthen my daily walks and slowly repeat our serenity prayer in rhythm to my steps and breathing. If I feel that my pain has in part of my been occasioned by others, I try to repeat, God grant me the serenity to love their best and never fear their worst. This benign healing process of repetition, sometimes necessary to persist with the 4 days, had seldom failed to restore me to at least a workable emotional balance and perspective. ഞാൻ അഭ്യസിക്കുന്ന മറ്റൊരു പരിശീലനം എന്റെ അനുഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഒരു പട്ടിക ഞാൻ സ്വയം തയ്യാറാക്കും. എനിക്കുള്ള അനേകം ദാനങ്ങളെ താൽക്കാലികവും ആത്മീയമായവയെ ഞാൻ വിശദീകരിക്കും, ശരിയായ രീതിയിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവിടെ ഞാൻ സന്തോഷപൂർണമായുള്ള നന്ദിയുള്ള ഒരു മനോഭാവം നേടാൻ ശ്രമിക്കുന്നു. ഇത്തരം നന്ദി ആവർത്തിച്ച് അംഗീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയിൽ ഞാൻ നേടിയതായി തോന്നുന്ന പുരോഗതിക്ക് തന്നെ അഭിനന്ദനം നൽകുന്ന സ്വാഭാവിക പ്രവണതയെ അത് ക്രമേണ മാറ്റിസ്ഥാപിക്കും. പൂർണ്ണവും നന്ദിയോടുകൂടിയ ഹൃദയം വലിയ അഹങ്കാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന സത്യം ഉറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. നന്ദിയാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഹൃദയത്തിൽ താളം സ്വാഭാവികമായി പുറത്തേക്കുള്ള സ്നേഹമായി മാറും. മനുഷ്യന് അറിയാവുന്ന ഏറ്റവും ഉത്തമമായ വികാരം ആ സ്നേഹം തന്നെയാണ്. വളരെ കടുത്ത സാഹചര്യങ്ങളിൽ ഞാൻ പലതവണ ആവർത്തിച്ചു ചെയ്യുന്ന എന്റെ അനുഗ്രഹങ്ങളുടെ നന്ദിപൂർവമായ അംഗീകരണം നമ്മുടെ പ്രാർത്ഥന പറയുന്ന ആ ശാന്തതയിൽ ചിലതെങ്കിലും എന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും. തീവ്രമായ സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ ഞാൻ എൻ്റെ ദിവസേനയുള്ള നടപ്പുകൾ നീട്ടും. എൻ്റെ ഓരോ ചുവടുകളിലെയും ശ്വാസത്തിന്റെയും താളത്തിൽ നമ്മുടെ ശാന്തതയുടെ പ്രാർത്ഥന മന്ദഗതിയിൽ ഞാൻ ആവർത്തിക്കും. എൻ്റെ വേദന ഭാഗികമായി മറ്റുള്ളവരാൽ ഉണ്ടായി എന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. ദൈവമേ, അവരുടെ ഏറ്റവും നല്ല ഭാഗത്തെ സ്നേഹിക്കാനുള്ള ശാന്തതയും അവരുടെ ഏറ്റവും മോശ ഭാഗത്തെ ഭയക്കാതിരിക്കാനുള്ള മനസ്സും എനിക്ക് നൽകണമേ. ഈ സാവധാനത്തിലുള്ള സൗമ്യമായ ആവർത്തന ചികിത്സാ പ്രക്രിയ ചിലപ്പോൾ ദിവസങ്ങളോളം തുടരേണ്ടി വരുന്ന ഒരു അഭ്യാസവും എന്നെ വീണ്ടും കുറഞ്ഞ പക്ഷം മാനസികമായി പ്രവർത്തിക്കാവുന്ന സമതുലിതാവസ്ഥയിലേക്കും ശരിയായ കാഴ്ചപ്പാടിലേക്കും കൊണ്ടുവരാൻ വളരെ അപൂർവമായിട്ടാണ് പരാജയപ്പെട്ടിട്ടുള്ളൂ. Another helpful step is to steadfastly affirm the understanding that pain can bring. Indeed, pain is one of our greatest teachers, though I still find it difficult to accept today's pain and anxiety with any great degree of serenity, as those more advanced in the spiritual life seem able to do. I can, if I try hard, give thanks for present pain. Nevertheless, I find the willingness to do this by contemplating the lessons learned from past suffering, lessons which have led to the blessings I now enjoy. I can remember, if I insist, how the agonies of alcoholism, the pain of rebellion, and the warped pride have often led me to God's grace and so to the new freedom. So I ask, walk along. I repeat still other phrases such as, this pain is the touchstone of progress. Fear no evil. This too will pass. This experience can be turned to benefit. These fragments of prayer, being far more than mere comfort, they keep me on the track of right acceptance. They break up my compulsive themes of guilt, depression, rebellion, and pride. And sometimes they endow me with the courage to change the things I can and the wisdom to know the difference. To those who never have given this button exercise in acceptance a real workout, I recommended them highly the next time the heat is on, no, or for that matter at any time. മറ്റൊരു സഹായകരമായ പടി വേദന നൽകുന്ന മനസ്സിലാക്കലിനെ ഉറച്ചുപോലെ അംഗീകരിക്കുകയാണ്. വാസ്തവത്തിൽ വേദന നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒന്നാണ്. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ മുന്നേറ്റം നേടിയവർക്ക് കഴിയുന്നത് പോലെ ഇന്നത്തെ വേദനയും ആശങ്കയും വലിയ ശാന്തതയോടെ സ്വീകരിക്കാൻ എനിക്കിപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ശ്രമിച്ചാൽ ഇപ്പോഴുള്ള വേദനയ്ക്കും നന്ദി പറയാൻ കഴിയും. അങ്ങനെ ചെയ്യാനുള്ള മനോഭാവം ഞാൻ വളർത്തുന്നത് മുൻകാല വേദനകളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ ധ്യാനിക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളിൽ നയിച്ച പാഠങ്ങൾ, മദ്യാസക്തിയുടെ വേദന, കലഹത്തിന്റെ വേദന, പരാജയപ്പെട്ട അഭിമാനത്തിന്റെ വേദന, അങ്ങനെ പലപ്പോഴും എന്നെ ദൈവകൃപയിലേക്കും അതിലൂടെ പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഇനിയും ചില വാചകങ്ങൾ ആവർത്തിക്കുന്നു. വേദനയാണ് ഒരു പുരോഗതിയുടെ പരീക്ഷണ കല്ല്. ദോഷത്തെ ഭയപ്പെടേണ്ടതില്ല, ഇതും കടന്നു പോകും. ഈ അനുഭവങ്ങളും നേട്ടമായി മാറ്റാം. ഈ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ
വെറും ആശ്വാസം നൽകുന്നതിലുപരി വളരെ കൂടുതലാണ് ചെയ്യുന്നത്. അവ എന്നെ ശരിയായ അംഗീകരണത്തിന്റെ വഴിയിൽ നിലനിർത്തുന്നു. കുറ്റബോധം, വിഷാദം, കലഹം, അഹങ്കാരം എന്നിവയിൽ നിറഞ്ഞ എന്റെ നിർബന്ധിത ചിന്തകളെ തകർത്ത് കളയുന്നു. ചിലപ്പോൾ ഞാൻ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാനുള്ള ധൈര്യവും വ്യത്യാസവും തിരിച്ചറിയാനുള്ള ജ്ഞാനവും അവ നൽകുന്നു. ഈ ശക്തമായ അംഗീകരണ അക്സെപ്റ്റൻസ് അഭ്യാസങ്ങൾ ഒരിക്കലും ശരിയായി പരീക്ഷിച്ചിട്ടില്ലാത്തവർക്ക് അടുത്ത തവണ സമ്മർദ്ദം ഉയർന്നിരിക്കുമ്പോൾ അവയെ ശക്തമായി പരീക്ഷിക്കാൻ ഞാൻ അതീവ ശുപാർശ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ കഴിയും.